Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. Wassalatu wassalamu ala asyrafil anbiya'i wal mursalin nabiyyina Muhammadin wa ala alihi wa ashabihi ajma'in, amma ba'd. Allah subhanahu wa ta'ala പരിശുദ്ധ ഖുർആനിൽ ഉപമകളും ഉദാഹരണങ്ങളും എന്തിന് പറയുന്നു എന്നതാണ് നമ്മൾ പഠിച്ചു വരുന്ന വിഷയം. സൂറത്ത് യാസീനിൽ അല്ലാഹു ഒരു ഗ്രാമത്തെ ഉദാഹരിക്കുകയാണ്. ആ ഗ്രാമത്തിന്റെ ചരിത്രം നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ചരിത്രത്തിലേക്ക്, ആ ചരിത്രം എന്തായിരുന്നു എന്ന് പറയുന്നതിന് മുമ്പ് അത് ഉൾക്കൊള്ളാൻ കഴിയണമെങ്കിൽ, ആ ചരിത്രം അതിൻ്റെ തനതായ രൂപത്തിൽ മനസ്സിലാക്കാൻ കഴിയണമെങ്കിൽ ആദ്യം ഉപമകൾ അല്ലാഹു എന്തിന് പറയുന്നു എന്ന് പഠിക്കണം. ഇവിടെ അത് പറയുന്നില്ല. സൂറത്ത് യാസീൻ അല്ലാഹു ഡയറക്റ്റ് നിങ്ങൾക്ക് വദരിബിലും മാത്രം കഷ്ണങ്ങൾക്ക് അറിയാൻ പറഞ്ഞോളൂ. അപ്പോൾ ഖുർആനിൽ മറ്റ് സ്ഥലങ്ങളിൽ അല്ലാഹു എന്തിനെ ഉപമകൾ പറയുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് തദബ്ബുറിന്റെ ഭാഗമാണ്, പഠിക്കാറുള്ളത്. എന്തിന് ഉപമകൾ പറയുന്നു എന്ന് പഠിക്കുമ്പോഴാണ് ഈ ഉപമയിൽ നിന്ന് കിട്ടേണ്ട പാഠം നമുക്ക് ലഭിക്കുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ അത് പറഞ്ഞു വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പരിശുദ്ധ ഖുർആനിലെ വിഷയമായിട്ടുള്ള ചില ആയത്തുകളൊക്കെ നമ്മൾ പരിശോധിച്ചു. ഇനി ഇന്ന് നമുക്ക് പരിശോധിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിലെ 39-ാം അധ്യായമായ സൂറത്തുൽ സുമർ. ആ സുമറിൽ അല്ലാഹു ഒരു ഉദാഹരണ സഹിതം ഉദാഹരണം എന്തിനു പറയുന്നു എന്ന് പറയുന്നു. പറയുന്ന കാര്യം ശരിക്കും മനസ്സിലാക്കാം. ഇവിടെ നമ്മൾ പഠിക്കുന്ന സൂറത്ത് യാസീനിലെ നമുക്ക് പഠിക്കുന്ന ആയത്തിൽ അല്ലാഹു ഒരു ഗ്രാമത്തിന്റെ ഉദാഹരണം പറയുന്നു. അപ്പൊ ആ ഉദാഹരണം എന്ത് എന്ന് പറയുന്ന മുമ്പ് എന്തിനു ഉപമകൾ പറയുന്നു എന്ന കാര്യം പഠിക്കണം. ഇപ്പൊ നമ്മൾ സുമറിൽ വായിക്കാൻ പോകുന്നത് എന്തിന് ഉപമകൾ പറയുന്നു എന്നും ഒരു ഉപമ അതിന്റെ കൂടെ അല്ലാഹു പറയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ നോക്കുന്നത്. സുമറിലെ 23 മുതൽ 31 വരെയുള്ള ആയത്തുകൾ. 23 മുതൽ 31 വരെയുള്ള ആയത്തുകൾ. 39-ാം അധ്യായം സൂറത്തുൽ സുമർ. 23 മുതൽ 31 വരെയുള്ള ആയത്തുകൾ. കണ്ടില്ല?
നമ്മുടെ ജീവിതവും ഈ പറയുന്നതും തമ്മിൽ എത്രമാത്രം ബന്ധമുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കാം. ഈ ആയത്തിൽ പറയുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ? ജീവിതത്തിൽ എന്താന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് നമ്മുടെ പുറം, രണ്ട് നമ്മുടെ അകം, ഉള്ളും പുറവും. ഞാൻ ഈ ആയത്തിന്റെ അർത്ഥം ഒന്ന് പറയാം, ശ്രദ്ധിക്കട്ടെ. അല്ലാഹു നസ്സല അഹ്സനൽ ഹദീസ്. ഖുർആൻ ശ്രദ്ധിക്കണല്ലേ. അല്ലാഹു ഏറ്റവും നല്ല വർത്തമാനം ഇറക്കിയിരിക്കുന്നു. അള്ളാഹു ഇറക്കി തന്നത് അല്ലാഹു നസ്സല. അള്ളാഹു അവതരിപ്പിക്കുന്നത് അഹ്സനുൽ ഹദീസാണ്, ഏറ്റവും നല്ല വർത്തമാനം, ഉത്തമമായ വർത്തമാനം, നല്ല സംസാരം. അള്ളാഹിന്റെ കലാമ, അള്ളാഹിന്റെ കലാമിനോളം ഏറ്റവും നല്ല കലാമ് ഇന്ന അഹ്സനൽ കലാമി കലാമുല്ലാഹ്. ഇന്ന അഹ്സനൽ കലാമി കലാമുല്ലാഹ്. അതാണ് ഇവിടെ അഹ്സനുൽ ഹദീസ്. ഈ വർത്തമാനം കിതാബ്, ഈ വർത്തമാനം ഒരു കിതാബാണ്. നമ്മൾ സംസാരിക്കുന്നത്, ഞങ്ങളോട് വർത്തമാനം പറയുന്നത് ഒരു കിതാബായിരിക്കില്ല. എങ്കിൽ അള്ളാഹിന്റെ വർത്തമാനം അതൊരു കിതാബാണ്. കിതാബ് മുത്തശാബിഹൻ, പരസ്പരം സാദൃശ്യമുള്ള, മസാനിയ, ആവർത്തിച്ചു ആവർത്തിച്ചു പറയുന്ന, തഖ്ശഈറു മിൻഹു, അതുകൊണ്ട് അതിലൂടെ തഖ്ശഈറു എന്ന് പറഞ്ഞാൽ രോമങ്ങൾ എടുത്തു പിടിക്കുക. തഖ്ശഈറു മിൻഹു ജുലൂദ്, തൊലികളിൽ, തൊലികളിലെ രോമങ്ങൾ എഴുന്നേറ്റ് നിൽക്കും, രോമം എടുത്തു പിടിക്കും, രോമാഞ്ചം ഉണ്ടാകും. തഖ്ശഈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും, റബ്ബിനെ പേടിക്കുന്ന ആളുകളുടെ തൊലി. ഖുർആൻ അതാണ്. ഖുർആനിലെ ഒരു ആയത്ത് കേട്ടാൽ, ഖുർആനിൽ അള്ളാഹു പറയുന്നത് കേട്ടാൽ നമുക്ക് രോമം എടുത്ത് പിടിക്കും. അങ്ങനെ ഒരു ഗ്രന്ഥാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഇന്ന് രോമാഞ്ചം കാണുന്നത് എന്തല്ല, ഖുർആനിലെ ഹദീസുകളൊന്നുമല്ല. രോമാഞ്ചം കാണുന്നത് എന്ത് വേണം? മ്യൂസിക്കും സംഗീതവും പാട്ടും ഡേറ്റൊക്കെ വേണം, അല്ലേ? ആവേശം ഉണ്ടാക്കാൻ എല്ലാ സുഹൃത്തുക്കളും ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഒരു സമത് സക്കാഫി, ഒരു ഋഷികമോളോ ആകെ വൈറലായി കിടക്കപ്പോ എന്താണെന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഞാൻ പറഞ്ഞ കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹിന്റെ കലാം കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചാണ് തഖ്ശഈറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ശൗന റബ്ബഹും. എന്നിട്ട് പറയാം സുമ്മ തലീനു ജുലൂദുഹും, തൊലികൾ കട്ടി കുറയും, നൈർമല്യമുള്ളതാകും. വഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങളും ഇലാ ദിക്രില്ലാഹ്, അള്ളാഹിന്റെ ഓർമ്മയിലേക്ക്. അള്ളാഹു എന്തിന് ഉപമകൾ വിവരിക്കുന്നു എന്ന് പറയാൻ പോവാണ്. പറയാൻ പോകുന്നതിന് മുമ്പ് അള്ളാഹിന്റെ കലാമിനെ പറ്റി അവ പറയും. അള്ളാഹിന്റെ കലാമിനെ പറ്റി അവ പറയും. തൊലികളും ഹൃദയങ്ങളും കട്ടി കുറയും. കടുത്ത ഹൃദയമുള്ള, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്രയും കടുത്തുപോയ ഹൃദയമുള്ള ആളുകളെ ചരിത്രത്തിൽ അത്രയും കട്ടി കുറഞ്ഞ ഹൃദയത്തിന്റെ, ലോലമായ ഹൃദയത്തിന്റെ ആളുകളാക്കി മാറ്റി. ഈ ആയത്ത് പറയുമ്പോൾ ഇമാം ഖുർത്തുബി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്ന ഒരു സംഭവമുണ്ട്. ഞാനത് പറയാം. അത് ഖുർആൻ ഒരു സമൂഹത്തെ മാറ്റി, വ്യക്തികളെ മാറ്റി, കഠിന ഹൃദയമുള്ള, നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത അത്രയും കഠിന ഹൃദയം ഉണ്ടായിരുന്ന ആളുകളെ ഖുർആൻ മാറ്റിയൊരു കഥ ഇമാം ഖുർത്തുബി തഫ്സീറിൽ പറയുന്നത്. ഞാൻ കഥ ഒന്ന് ചുരുക്കി പറയാം. നമുക്കത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഇമാം ഖുർത്തുബി തഫ്സീറിൽ ഈ സംഭവം പറഞ്ഞത്. മദീനയിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളിൽ ഒരാള്, അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. നബി എല്ലാവരും ഇങ്ങനെ നോക്കും, എല്ലാ സഹാബികളെയും നബി നിരീക്ഷിക്കും. നബിയുടെ പ്രത്യേകത, നബിയുടെ നേതാവാണ്. ഓരോ ആളുകളുടെയും മുഖം കണ്ടാൽ നബിക്ക് കാര്യം
ദിനാറ് കൊടുത്തിട്ട് മറ്റൊരു സാധനങ്ങളൊക്കെ ചെന്ന് പറയുന്നത് ഈ കാര്യം ചെയ്യും, അയാൾക്ക് ഒരു 40 ദിനാറ് കൊടുക്കണം, ഒട്ടകത്തിൽ കൊടുത്തതാണ്. ആ ഒട്ടകത്തിൽ തിരിച്ചു കൊടുത്തു. അപ്പൊ നബിക്ക് അറിയാമെന്നത് ഇദ്ദേഹത്തിന്റെ പ്രയാസ ബുദ്ധിമുട്ട്. നബി അങ്ങനെ എല്ലാവരും നോക്കും. അങ്ങനെ ഒരിക്കലും നബി ഇങ്ങനെ എല്ലാവരും നിരീക്ഷിക്കുമ്പോൾ നബിന്റെ ശ്രദ്ധയിൽപ്പെട്ട സംഗതി, ഒരു സഹാബിക്ക് ജീവിതത്തിൽ അയാളെ മുഖത്ത് ഒരു സന്തോഷം കാണുന്നില്ല, എപ്പോഴും ദുഃഖിതരാണ്. ഒരു സന്തോഷത്തിന്റെ പ്രസരിപ്പും അയാളും അയാളെ മുഖത്തില്ല, എപ്പോഴും ഞാൻ ദുഃഖിതനായിട്ടിരിക്കുന്നതാണ് കാണുന്നത്. നബി കാണാൻ തുടങ്ങിയ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്ന് മുസ്ലിമായി നബി കാണാൻ തുടങ്ങിയ അന്ന് മുതൽ അദ്ദേഹത്തിന് എപ്പോഴും മുഖത്ത് ദുഃഖം, ഒരു സന്തോഷം ഉണ്ടാവാറില്ല. അപ്പോൾ ഒരിക്കൽ റസൂല് അത് ചോദിക്കാൻ തീരുമാനിച്ചു. റസൂൽ ചോദിച്ചു, മാലത്തെ എപ്പോഴും മഹസൂരൻ, ഞാൻ കൊടുത്തിട്ട് റസൂൽ പറയുന്നത്, എന്താണ് നിന്നെ എപ്പോഴും ദുഃഖിതനായിട്ട് കാണുന്നത്? എന്താണ് ഇതിന്റെ പ്രശ്നം? എന്താണ് ഇന്നേ വരെ മുഖത്തിൽ പ്രസരിപ്പോ സന്തോഷം ഞാൻ കാണുന്നില്ലല്ലോ, എന്താ പ്രശ്നം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഇനി അതിനെ ജാഹിലിയ്യ, ഞാൻ ജാഹിലിയ്യത്തിൽ ഇസ്ലാമിന് മുമ്പ് മുസ്ലിം ആവുന്നതിന് മുമ്പ് ഞാനൊരു വലിയ തെറ്റ് ചെയ്തിട്ടുണ്ട് റസൂലേ. ഞാൻ മുസ്ലിമായി എന്നാലും എനിക്ക് അത് പുറത്തു തരുവാൻ ഞാൻ പേടിക്കുകയാണ് റസൂലേ. ഒരു ദുഃഖത്തിന്റെ കാരണമാണ്. ഒരു ദുഃഖത്തിന്റെ കാരണം എന്താണ്? ചെയ്തു പോയ തെറ്റാണ്. എപ്പോഴും ദുഃഖിതരായിട്ടിരിക്കുകയാണ്, ഒരു സന്തോഷം പോകത്തില്ല. അപ്പൊ ആ ദുഃഖത്തിന്റെ കാരണം എന്താണ്? എനിക്കൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് ജാഹിലിയ്യത്തിൽ, ഒരു വലിയ തെറ്റാണ്. ആ തെറ്റിനെ കുറിച്ച് ഞാൻ ചിന്തിക്കണം, ആലോചിക്കണം. അതാണ് ഏത് സമയത്തും ദുഃഖിതരായിരിക്കുന്നതിനായ കാരണം. റസൂൽ പറഞ്ഞു, എന്നോട് പറ, എന്താണ് ചെയ്തു പോയ തെറ്റെന്നുള്ള കാര്യം നീ എന്നോടൊന്ന് പറ, എനിക്ക് നീ അറിയിച്ചു പറ, എന്നോട് പറയും. അദ്ദേഹം പറയുക, റസൂലുള്ളാഹ് ബനാത്തോ, ഞാൻ ഈ പെൺകുട്ടികളെ കൊല്ലുന്ന ആൾക്കാരെ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു. പെൺകുട്ടികളെ കൊന്നു കളയുന്ന ആൾക്കാരിൽപ്പെട്ട ഒരാൾ. ജാഹിലിയ്യത്തിൽ ഒരു സംഭവമാണ് പെൺകുട്ടികളെ ഏറ്റാൽ കൊല്ലുക എന്നുള്ളത്. അങ്ങനെ കൊല്ലുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരുന്നു എന്റെ ജാഹിലിയ്യ. വിത്തും അങ്ങനെ എനിക്ക് ഒരു പെൺകുട്ടി ജനിച്ചു. എന്നോട് എന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഈ കുട്ടിനെ പറ്റരുത്, ഈ മോളെ പല്ലതി എന്ന് എന്റെ ഭാര്യ എന്നോട് ശുപാർശ പറഞ്ഞു. ഞാൻ അവളെ കൊല്ലാതെ വിട്ടു. എന്റെ ഭാര്യ പറഞ്ഞപ്പോൾ ഞാൻ അവളെ കൊല്ലാതെ വിട്ടു. അങ്ങനെ അവൾ വലുതായി. അവൾ പ്രായം അറിയിച്ചു, വലുതായി പ്രായപൂർത്തിയായി. സ്ത്രീകളുടെ കൂട്ടത്തിൽ, ആ പ്രദേശത്തെ, ആ നാട്ടിലെ സ്ത്രീകളുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായ മോളായിരുന്നു എന്റെ മോള്. അങ്ങനെ അവൾ വലുതായി പ്രായമായി. അങ്ങനെ ആൾക്കാരൊക്കെ എന്റെ മകളെ കല്യാണം ആലോചിച്ച് വരാൻ തുടങ്ങി. മകളെ കെട്ടിച്ചു വെച്ചിട്ട് ആ നാട്ടിലെ ചെറുപ്പക്കാരൻ രക്ഷിതാക്കളൊക്കെ കല്യാണം ചോദിച്ച് കല്യാണം അന്വേഷിച്ച് വരാൻ തുടങ്ങി. അപ്പൊ എന്റെ ആ ജാഹിലിയ്യത്തിന്റെ ഹമിയ്യത്ത് തിളച്ചു മാറാൻ തുടങ്ങി. അപ്പൊ അന്നത്തെ കാലം മനസ്സിലാക്കണം നമ്മൾ. ഇന്നത്തെ കാലം ചിന്തിക്കരുത്. അന്നത്തെ കാലത്ത് പെൺകുട്ടികൾ ഒരു മാനക്കേടാണ്. ഒരു പെൺകുട്ടിനെ കല്യാണം ചോദിച്ചു വരുന്നതും ആ പെൺകുട്ടിനെ കെട്ടിക്കുന്നതും ഒക്കെ അവർക്കൊരു വല്ലാത്തൊരു ദുരഭിമാനമായിരുന്നു. അതാണ് ഈ ചരിത്രത്തിൽ പറയുന്നത്. ഭർത്താവില്ലാതെ, കെട്ടിക്കാതെ, കല്യാണം കഴിപ്പിക്കാതെ വീട്ടിൽ അവളെ ഇരുത്തുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. വേറൊരാളും അവളെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നതും എനിക്ക് സഹിക്കാൻ കഴിയില്ല. രണ്ടും ജാഹിലിയ്യത്തിലെ ദുരഭിമാനത്തിൽപ്പെട്ടതാണ്. ഞാനൊരു ദിവസം എന്റെ ഭാര്യയോട് പറഞ്ഞു, ഇനി ഞാൻ ഭാര്യയോട് ദിവസം പറഞ്ഞു, ഞാൻ ഒരു യാത്ര പോകാൻ ഉദ്ദേശിക്കാം. നമ്മളെ ചില കുടുംബക്കാരെ കാണാൻ എന്റെ നാട്ടിലേക്ക് ഒരു യാത്ര ഉദ്ദേശിക്കാം. ഒരു യാത്ര പോകാൻ. അതുകൊണ്ട് ഈ കാര്യം മോളെ ഞാൻ കൊണ്ടാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്, മോളെ എന്റെ കൂടെ പറഞ്ഞയച്ചെന്ന് പറഞ്ഞു.
ദൂരത്തേക്ക് ഒരു കാര്യത്തിലേക്ക് പോവാണ്. ഇപ്പൊ പോകുമ്പോൾ ഈ മകളെ കൂടി പറഞ്ഞയച്ചു തരണമെന്ന് പറഞ്ഞപ്പോ ഭാര്യക്ക് ഭയങ്കര സന്തോഷമായി. അങ്ങനെ നല്ല വിളയാടകളും ആഭരണങ്ങളും നല്ല വസ്ത്രവും നല്ല ഒരുപാട് ആഭരണങ്ങളും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ആ കുട്ടിയെ അവൾ സുന്ദരിയാക്കി ഒരുക്കി. അങ്ങനെ മകളെ കൊണ്ട് ഈ വാപ്പ യാത്ര തിരിച്ചു പോവാൻ. അങ്ങനെ ഞാൻ അവളെ കൊണ്ടുപോയ എടുക്കാന്നറിയോ, ഈ രാഷ്ട്രീയത്തിൽ കുട്ടികളെ കൊല്ലാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഉപയോഗിക്കുന്ന ഒഴിഞ്ഞ സ്ഥലത്തിൽ വലിയ പൊട്ടക്കിണറുണ്ട്. ആ കിണറിന്റെ അടുക്കലാക്കാണ് ഈ മോളെ ഒരിക്കലും ഞാൻ കൊണ്ടുപോയത്. അങ്ങനെ അവിടെ ചെന്നപ്പോ മകൾക്ക് മനസ്സിലായി വാപ്പ എന്നെ എന്തിനാ കൊണ്ടതെന്നുള്ള മോക്ക് മനസ്സിലായി. ഫലത്തിന് എന്റെ മോള് എന്നെ എങ്ങനെ കെട്ടിപ്പിടിച്ചു, ഞാൻ അങ്ങനെ ചേർത്ത് പിടിച്ചു. ഫലാലിനോട് പറഞ്ഞു, മത തുല്യമാണ് വാപ്പങ്ങൾ എന്നെ എന്താ വാപ്പങ്ങൾ എന്നെ ചെയ്യാൻ പോണത് എന്നെ മകനോട് ചോദിച്ചു. ഫലാലി അങ്ങനെ കരയാൻ തുടങ്ങി. നമുക്ക് മനസ്സിലായി. കാരണത്തെ കാലത്ത് അങ്ങനെ ജാതിക്കത്തെ എല്ലാവർക്കും അറിയാം, കരയാൻ തുടങ്ങി. അപ്പൊ മകൾ ഇങ്ങനെ എന്നെ ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് കരഞ്ഞപ്പോ എനിക്ക് അവളുടെ വല്ലാത്ത കാരുണ്യം തോന്നി. അങ്ങനെ ഞാൻ കാരുണ്യം തോന്നിയപ്പോ അത് ചെയ്യാതിരുന്നു. പിന്നെ ഞാൻ കിണറ്റിലേക്കാണ് നോക്കുമ്പോ വീണ്ടും ആ ജാഹിലിയത്തെ എന്നെ ഞാൻ പിടികൂടുക. കാരണം കൊണ്ടുപോയിട്ട് കിണറ്റിൽ ഇട്ടിട്ട് പോരാതെ ഓടെ കൊണ്ട് പോരുമ്പോ ഉണ്ടാക്കുന്ന ദുരഭിമാന ബോധം വീണ്ടും എന്നെ പിന്നെ വേട്ടയിടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ വീണ്ടും അവളെ കിണറ്റിലേക്ക് ഇടാൻ വേണ്ടി പിടിച്ചപ്പോൾ അവൾ വീണ്ടും എന്നെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ ഉമ്മാക്ക് നിങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഉമ്മാക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കരുത്, ഉമ്മാക്ക് കൊടുത്ത കരാർ തെറ്റിക്കരുത്. അപ്പൊ ആ കരാർ എന്താണെന്ന് വെച്ചാൽ ഉമ്മ പറഞ്ഞിരുന്നു, നിങ്ങൾ മോളെ കുടുംബത്തിനല്ലേ കൊണ്ടുവന്നത്, നിങ്ങൾ മോളെ നല്ലോണം നോക്കണം. കാരണം ഉമ്മാരുടെ ഉള്ളിൽ ഉണ്ടാകും ജാതിയത്തിൽ പെൺകുട്ടികളെ പോയിട്ട് വാപ്പാന്റെ മനസ്സ്, അവരുടെ കുട്ടിക്കൊന്നും കേട് പറ്റരുത്, എന്റെ കുട്ടിയൊന്നും കാട്ടരുത്, എന്റെ കുട്ടി നല്ലോണം നോക്കിയിട്ട് കൊണ്ടുവരണം എന്ന് എന്റെ ഉമ്മാക്ക് നിങ്ങൾ ഉമ്മാക്ക് കൊടുത്തൊരു വാക്കുണ്ട്. ആ ഉമ്മാന്റെ അമാനത്ത് നിങ്ങൾ തെറ്റിക്കരുത്. ഉപ്പ തുമ്മി അമാനത്ത് ഉമ്മി, ഉമ്മാക്ക് കൊടുത്ത വാക്ക് തെറ്റിക്കരുത്. അമ്പൂറിയ അപ്പൊ ഞാനത് പറഞ്ഞപ്പോ എനിക്ക് വീണ്ടും ഉള്ള കാര്യം തോന്നി. അങ്ങനെ കിണറ്റിലേക്ക് നോക്കുമ്പോൾ എനിക്ക് ദുരഭിമാനമായിട്ട് വരും, ഓളെ നോക്കുമ്പോൾ എനിക്ക് കാരുണ്യം വരും. അങ്ങനെ അവസാനം ഷെയ്ത്താൻ എന്നെ അതിജയിച്ചു കൊണ്ട് ഞാൻ അവളെ കൊല്ലാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ അവളെ പിടിച്ചിട്ട് താഴോട്ടായിട്ട് അവളെ ഞാൻ എടുത്ത് കിണറ്റിലേക്ക് ഇട്ടു. ഞാൻ കറിഞ്ഞിട്ട് പറഞ്ഞു, പാങ്ങളിനെ കൊന്നു അല്ലേ എന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ആ കിണറിന്റെ അടുക്കൽ നിന്നോ അവിടെ ആ കരച്ചിൽ നിൽക്കുന്നത് വരെ, നമ്മുടെ ഇരിക്കുന്നത് വരെ, ആ ശബ്ദം നിരക്കുന്നത് വരെ ഞാൻ ആ കിണറിന്റെ വക്കിൽ നിന്നു ഫറജായിട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഈ കഥ ഞാൻ റസൂൽ കേൾക്കാണ്. റസൂലുള്ള ഞാൻ എപ്പോഴും ഇസ്ലാമിലേക്ക് വന്ന ശേഷം എപ്പോഴും ദുഃഖിതരായിട്ട് കാണും. എപ്പോഴും മുഖത്തൊരു പ്രസരിപ്പില്ല, ഒരു സന്തോഷമില്ല. എന്റെ കാരണം റസൂൽ ചോദിച്ചപ്പോൾ ഈ കഥ പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് റസൂലിനെ കേട്ടിട്ട് അദ്ദേഹം തല ഉയർത്തി നോക്കിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് പൊട്ടി പൊട്ടി കരയണം. റസൂൽ കരഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, ജാഹിലിയ്യത്തിൽ ഒരാൾ ചെയ്ത തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കാനുള്ള അനുവാദം എനിക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്നെ വെറുതെ വിടുക, ഞാൻ ശിക്ഷിക്കുകയും ചെയ്യും. ജാഹിലിയ്യത്തിൽ തെറ്റിന്റെ പേരിൽ ശിക്ഷിക്കാൻ എനിക്ക് അവകാശം ഉണ്ടായില്ല, ഞാൻ ശിക്ഷിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞതാണ്. ഇത് ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ കാര്യം എന്താ അറിയോ? ഏത് കടുത്ത മനുഷ്യൻ ഞങ്ങൾക്ക് ഒരു മകളെ ചെയ്യണമെങ്കിൽ ഇങ്ങനൊക്കെ ഒരു പ്രവൃത്തി ദുരഭിമാനത്തിന്റെ പേരിൽ സ്വന്തം രക്തത്തിൽ പറഞ്ഞ സ്വന്തം മക്കളെ ഞങ്ങൾക്ക് ചെയ്യണമെങ്കിൽ എത്രമാത്രം കടുത്ത ഹൃദയത്തിന്റെ ഉടമകളായിരിക്കും.
മരിക്കുന്നത് വരെ, ഈ ലോകത്തോട് യാത്ര പറയുന്നത് വരെ, വഫാത്താകുന്നത് വരെ അവരാ ചെയ്ത തെറ്റാണ് ഹൃദയത്തിൽ അങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. മുസ്ലിമായതിനു ശേഷം അദ്ദേഹം എത്ര കാലം ജീവിച്ചു, പക്ഷേ ഒരു സന്തോഷവും അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടായില്ല, ഒരു ആനന്ദം കൊണ്ട് ഇതിനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് സഹോദരനായി നമ്മൾ പഠിക്കണമാണെന്നറിയോ? നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ്. അള്ളാഹു ഒരു സമൂഹത്തെ നിങ്ങൾ നോക്കി, ജീവിതം എന്താണെന്ന് അറിയാത്ത, ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണെന്ന് അറിയാത്ത കടുത്തുപോയ അവരൊക്കെ മനുഷ്യന്മാരാണ്. അങ്ങനെ കടുത്തുപോയ, ഹൃദയം കടുത്തുപോയ ആളുകളെ ഈ ഗ്രന്ഥം, ഈ കിതാബ് കണ്ടിട്ട് മാറ്റിയപ്പോൾ ഹൃദയം നൈർമല്യമുള്ളതായി, ഹൃദയം കടുത്ത ഹൃദയം അത് പിന്നെ നൈർമല്യമുള്ള ഹൃദയമായി മാറി. അവരുടെ ജീവിതത്തിൽ ആകെ ഉച്ചൂടുമ്പോൾ മാറ്റം ഉണ്ടായി എന്നാണ്. അതാണ് പറയുന്നത്. പിന്നെ അവരിങ്ങനെ കരയാണ്. പിന്നെ രാവിലെ വന്ന തെറ്റുകളെ ഓർത്തിട്ടാണ് കരയാണ്. എത്ര സംഭവങ്ങൾ, ഒരുപാട് സംഭവങ്ങൾ. കുർത്തുബി എഴുതിയ ഈ സംഭവം, തഫ്സീറിലുള്ള ഈ സംഭവം വായിച്ചത് മാത്രം ഒട്ടനവധി സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കണമെങ്കിൽ അവർ പൊട്ടി 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 കരഞ്ഞ സംഭവങ്ങൾ ധാരാളമുണ്ട്. ആരാണ് അറിയാറ്? കണ്ണിന്ന് കണ്ണീര് വരാത്ത മനുഷ്യന്മാർ, കണ്ണീര് വരാത്ത മനുഷ്യന്മാർ എത്ര ഈ കുഴിച്ചു മൂടിയത്, എത്ര സംഭവങ്ങളുണ്ട്. കുടിയിൽ കയറി വന്നപ്പോൾ മണ്ണ് തട്ടി മാറ്റി ആ കുട്ടിയെ കുടിയിലേക്ക് ഇട്ടിട്ട് കുഴിച്ചു മൂടി പോകാം. അവരെ ആലോചിച്ച് നോക്കി. എന്നിട്ട് അവസാനം ഇവരൊക്കെ കരഞ്ഞത്, അല്ലെ, ഇവരൊക്കെ സങ്കടപ്പെട്ടത്, പൊട്ടിക്കരഞ്ഞത് ഏത് വിഷയത്തിലാണ്? അവരുടെ മനസ്സ് നേരെ മാറി. ഇസ്ലാം സ്വീകരിച്ചു, ഖുർആൻ കൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു, ഖുർആൻ കേട്ട് പഠിച്ച് മനസ്സിലാക്കി ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹത്തെ ജീവിതത്തിനായി മാറ്റി ആലോചിച്ചു. രാത്രി ഇങ്ങനെ പോവാണ്. രാത്രി ഇങ്ങനെ ഇറങ്ങി സഞ്ചരിക്കുമ്പോൾ വേഷം മാറിയിട്ട് ഇറങ്ങാൻ എന്തിനാണ്? പ്രജകളുടെ ആരെങ്കിലും സങ്കടങ്ങളും ദുഃഖങ്ങളും ഉണ്ടെന്ന് അറിയാനാണ്. കാരണം നാളെ പരലോകത്ത് ഞാനൊരു അമീറാണ്, ഉത്തരവാദിത്ത ഖലീഫയാണ്, വണ്ടി വേണ്ടി വരും. അതിങ്ങനെ നടക്കുകയാണ്. ഒരു ദിവസം ഒരു കുട്ടി കാര്യങ്ങൾ കേൾക്കുകയാണ്. ഇവിടെ പലതവണ കേട്ട സംഭവമാണ്. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോൾ ആ ഉമ്മ പറയുന്നുണ്ട്, വേഷം മാറിയിട്ടാണ്. ഉമ്മ പറയുന്നുണ്ട്, എന്റെ കുട്ടി കരയാൻ കാരണം പിന്നെ ഉമ്മാനാണെന്ന് പറയുന്നത്. കാരണം അമ്പത് ഉമ്മാനായ ആ സ്ത്രീക്ക് അറിയില്ല. എന്റെ കുട്ടി കരയാൻ കാരണം അവൾ എന്തേന്ന് ചോദിച്ചു. ഒന്നുമില്ല, പട്ടിണിയാണ് ഇവിടെ, പട്ടിണിയൊന്നുമില്ല, ആകെ റേഷനാണുള്ളത്. ആ റേഷൻ 2 വയസ്സ് കൂടുതൽ കുട്ടിക്ക് റേഷനുള്ളൂ. ഉമ്മന്റെ ഖിലാഫത്തിൽ 2 വയസ്സ് കൂടുതൽ കുട്ടിയൊക്കെ റേഷനുള്ളൂ. പക്ഷെ എന്റെ കുട്ടി മുലകുടി നിർത്തിയിട്ടുണ്ട്. 2 വയസ്സ് പൂർത്തിയായിട്ടില്ല. മുലകുടി നിർത്തി 2 വയസ്സ് പൂർത്തിയായിട്ടില്ല. അതുകൊണ്ട് എന്തില്ല, റേഷനില്ല. ഭർത്താവ് സുരീസ്കാരം കഴിഞ്ഞ കാര്യമാണ് ചോദിക്കേണ്ടത്. എന്താണ് പല സംഭവം പറയാം. എന്നിട്ട് അവിടുന്ന് ഉത്തരം പുറപ്പെടുകയാണ്. ആ നിയമം മാറ്റിയിട്ടാണ് മുലകുടി നിർത്തിയ കുട്ടികൾക്ക് എന്നാക്കണം. 2 വയസ്സ് മാറ്റിയിട്ട് മുലകുടി നിർത്തിയ കുട്ടികൾക്ക് എന്നാക്കി മാറ്റണം. സ്വന്തം രക്തത്തിൽ പിറന്ന സ്വന്തം കുഞ്ഞുങ്ങളെ കൊല്ലുമ്പോൾ കണ്ണ് നിറയാത്ത മനുഷ്യന്മാർ ആയിരിക്കണം. മനസ്സ് പടയാത്ത മനുഷ്യന്മാർ, കണ്ണ് നിറയാത്ത മനുഷ്യന്മാർ. ഏതോ ഒരു കുട്ടിന്റെ കണ്ണീര് അവരുടെ കണ്ണീരായി മാറി, ഒരു രാഷ്ട്രത്തിന്റെ സങ്കടമായിട്ട് മാറി. നിയമങ്ങൾ മാറ്റിയതാണ്. ആലോചിച്ചു. അതാണ് ഈ അർത്ഥം. ഇനി ഇത് മനസ്സിലാക്കണമെന്നില്ലായോ? ഇനി വരാൻ പോകുന്ന ആയത്തുകളുണ്ട്. ഇനി ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. എനിക്ക് സംസാരത്തിനൊരു പ്രയാസമുണ്ട്. എല്ലാവരും വായിക്കണം. മുസ്ലിം പറയാം, സംസാരത്തിനൊരു പ്രയാസമുണ്ട്. പിന്നെ യോഗക്ഷേമത്തിന് വേണ്ടി എല്ലാവരും മരക്കുള്ള സദസ്സാണ്, പ്രാർത്ഥിക്കണം മുസ്ലിം പറയാം. ഈ ശേഷം ആയത്തിലൊക്കെ ഒറ്റയ്ക്ക് വായിച്ചു നോക്കാം. ഇതിങ്ങനെ വന്നിട്ട് അല്ലാഹു തആല 27-ാമത്തെ ആയത്തിൽ പറയാണ്, വലക്കത് ഖറബനാലിന്നാസ്. കേട്ടോളെ, ഞാൻ ആ തുടക്കത്തിൽ പറഞ്ഞത് അള്ളാഹു എന്തിന് ഉദാഹരണങ്ങൾ പറയുന്നു. വലക്കത് ഖറബനാലിന്നാസ് ഫീ ഹാദൽ ഖുർആനി മിൻ കുല്ലി മഥൽ. തീർച്ചയായും ഈ ഖുർആനിൽ ജനങ്ങൾക്ക് വേണ്ടി നാം എല്ലാ വിധത്തിലുമുള്ള ഉപമകൾ വിവരിച്ചിട്ടുണ്ട്. എന്തിന്? അവരെ ചിന്തിച്ചാലോചിച്ച് മനസ്സിരുത്തി മനസ്സിലാക്കാൻ വേണ്ടി. ഉപമകളെന്തിനാണ്? മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കാൻ വേണ്ടി. മനസ്സിരുത്തി ചിന്തിച്ച് ആലോചിച്ച് മനസ്സിലാക്കാം. അതല്ലാത്തൊരു പ്രയോഗം ഖുർആന്റെ ഉപമകൾ പറയുമ്പോഴാണ് ഉണ്ടാകുക. ഓരോ വിഷയവും ഓരോ വിഷയവും. എന്നിട്ട് അല്ലാഹു ഇവിടെ ഒരു ഉദാഹരണം പറയാം. അതാണ് 29-ാമത്തെ ആയത്ത്. ضرب الله مثلا رجلا فيه شركاء
മുതശാബിഹൂന വലദിന സദനങ്ങളുടെ അലിസ്തവിയാനില്ല. എന്താ പറയുക, രണ്ട് യജമാന്മാരുള്ള ഒരാളെ ഉദാഹരണം. ഒരു യജമാന്റെ കീഴിൽ സ്വസ്ഥതയോടെ ജോലി ചെയ്യുന്ന ഒരാൾ രണ്ട് യജമാനന്മാരുണ്ട്. അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. ഒരാൾ യജമാനൻ അങ്ങോട്ട് പോകാം, മറ്റേ അങ്ങോട്ട് പോകുന്നത് അയാൾ ഒരു സ്വയം ഉണ്ടാവില്ല. എന്നാൽ ഒരു യജമാനന്റെ കീഴിൽ മാത്രം റജുലൻ സലമല്ലേ റജുലൻ, സമാധാനത്തോടെ ഒരു യജമാനന്റെ കീഴിൽ ജോലി ചെയ്യുന്നവരാണ്. എന്താ പറയുക മനസ്സിലായോ? അള്ളാഹുവിനെ മാത്രം അള്ളാഹുവിൽ തവക്കുലാക്കി അള്ളാഹുവിൽ വിശ്വസിച്ച് അള്ളാഹു പരമേൽപ്പിച്ച് എനിക്ക് നൽകിയതും തടഞ്ഞതും എല്ലാം അള്ളയാണ്. രോഗവും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും ദാരിദ്ര്യവും ഒക്കെ പടച്ചവനാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹു വഴിപ്പെട്ട് ജീവിക്കുന്ന ഒരാള്, അയാൾക്ക് ഇല്ലായ്മയിൽ സമാധാനം കണ്ടെത്താൻ കഴിയും, രോഗാവസ്ഥയിൽ സമാധാനം കണ്ടെത്താൻ കഴിയും. എന്നാൽ അള്ളാഹ് പങ്കു ചേർക്കുക, അള്ളാഹെ പോലെ തന്നെ സഹായിക്കുന്ന, അള്ളാഹെ പോലെ തന്നെ അവർ പിന്നെ അധികാരങ്ങളുള്ള ഒരു ശക്തിയിൽ വിശ്വസിക്കുക. അങ്ങനെ രണ്ടെണ്ണം ആവുമ്പോഴത്തെ പ്രശ്നം ഒരു സമാധാനം ഉണ്ടാവില്ല. ഇതിന് വേറെ ഉദാഹരണമുണ്ട്. അതേപോലെ എമ്പാടും കിട്ടുക ആകാശത്തിൽ പോകാൻ പലതും കിട്ടുണ്ടാവും. ആകാശത്തിൽ പോകാൻ പറ്റില്ല, പക്ഷികൾ വാങ്ങും, കാറ്റ് തട്ടിക്കൊണ്ടു ഒരു സ്ഥലത്ത് നോക്കൂല. ഒരു തൗഹീദുകാരൻ തൗഹീദില്ലാത്തവരാണ്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് ജാമത്തും മക്കളേക്കും തങ്ങന്മാരത്തും വലിയമാരത്തൊക്കെ പോകണ ആൾക്കാര് ഒരവസ്ഥ തേക്കാറ്. എവിടെ കൊണ്ട് സമാധാനം കിട്ടില്ല, ഒരു കേന്ദ്രം കൊണ്ട് കിട്ടില്ല, ഒരു സ്ഥലം കൊണ്ട് കിട്ടില്ല. അതങ്ങനെ മാറി 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 പോയിക്കൊണ്ടിരിക്കും. എന്നാൽ അള്ളാഹുവിൽ മാത്രം പരിഗണിപ്പിച്ച് നീ തടഞ്ഞത് നൽകാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. ഒരാളെ നീ നൽകിയത് തടയാൻ ഒരാളെ കൊണ്ട് കഴിയില്ല. നിന്റെ കഥ ഒരാളെ കൂടി തടക്കാൻ ചെയ്യാൻ കഴിയില്ല. അല്ലെ, ഇതിങ്ങനെ വിശ്വസിക്കുന്ന ഒരാള് അയാൾക്ക് സമാധാനം ഉണ്ടാവും. രണ്ടാൾ ഒരേപോലെയല്ല. അപ്പൊ ഈ ആയത്തിൽ ഉപമകൾ എന്തിനു വിവരിക്കുന്നു എന്ന് പറഞ്ഞു. രണ്ടാമത് ഒരു ഉപമ കൂടി അല്ലാഹുതആല പറഞ്ഞു തന്നു. എന്നിട്ട് പറയാ അൽഹംദുലില്ലാഹ്. ഇങ്ങനെ അൽഹംദുലില്ലാഹ് ആർക്ക്, ആരാണ് അൽഹംദുലില്ലാഹ് പറഞ്ഞത്? എന്താണ് അൽഹംദുലില്ലാഹ്? സഹോദരങ്ങളെ, അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന ഒരാൾക്ക് അള്ളാഹ് നൽകുന്ന അനുഗ്രഹത്തോടുള്ള അനുഗ്രഹമാണ്. ഈ ശിർക്ക് ചെയ്യുന്ന അള്ളാഹുവിൽ മാത്രം നിൽക്കാത്ത മനുഷ്യന്മാരുണ്ടല്ലോ, ഒരു സ്വസ്ഥതയും സമാധാനം കിട്ടില്ല. അവർക്ക് ഏരോടും നഷ്ടപ്പെട്ടു, പലരോടും നഷ്ടപ്പെട്ടു. അള്ളാഹുവിൽ പങ്കു ചേർത്താൽ എന്താ കാര്യം? മുഴുവൻ കാര്യം ബാത്തിലാവും. ക്രിസ്ത്യൻ കാര്യം, നോബിന്റെ കാര്യമൊക്കെ ബാത്തിലാവും. അപ്പം തന്നെ ആനല്ല ഹറമാകുമായി സ്വർഗ ഹറമാകും, നരക നിർബന്ധമാവും. അപ്പൊ അള്ളാഹുവിനെ മാത്രം യജമാനായി കണ്ട് ആരാധിച്ച് ജീവിക്കുന്നത് അൽഹംദുലില്ലാഹ്. എന്നാൽ എന്താ അവസ്ഥ? അവസ്ഥ എന്തായി? ഭൂരിപക്ഷ ആൾക്കാർക്കും ദൈവമില്ല, ഭൂരിപക്ഷ ആളുകൾക്കും അറിവില്ല, അറിഞ്ഞുകൂടാവരാകുന്നു. ദൈവമില്ലാത്ത ആൾക്കാരെ ഭൂരിപക്ഷം ആളുകൾ. അതായത് ഇൽമ കിട്ടുക എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ അപാരമായ അനുഗ്രഹമാണ്. അൽഹംദുലില്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദീകരിക്കാം. ഇതിന് ശേഷമുള്ള ആയത്തുകൾ വായിച്ചു നോക്കുക. ഇന്നക മയ്യിത്തുൻ വഇന്നഹും മയ്യിത്തൂൻ ثم إنكم يوم القيامة عند ربكم تختصمون. പരലോകത്ത് വന്നിട്ട് അള്ളാഹുവിന്റെ മുന്നിൽ തർക്ക വിതർക്കങ്ങൾ നടത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ പെടാതിരിക്കാൻ വേണ്ടി കാര്യങ്ങൾ നല്ലോണം ചിന്തിച്ച് മനസ്സിലാക്കി മനസ്സിലെത്തി മനസ്സിലാക്കാൻ വേണ്ടിയാണ് അത് ഉപമകൾ ഉദാഹരിക്കുന്നത്. എന്നിട്ട് ഒരു മനോഹരമായ ചെറിയ ലളിതമായ ഉദാഹരണം അള്ളാഹുവിനെ കൂടെ ചേർത്ത് പറഞ്ഞു. ഇനിയും ഇതേപോലെയുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറയാനുണ്ട്. അതിനുശേഷം നമുക്ക് ആയത്തിൽ തുടരാം ഇൻഷാ അല്ലാഹ്. അടുത്ത ക്ലാസ് നമ്മുടെ പിന്നെ 12-ാം തീയതിയുള്ള ക്ലാസ്, 19 ക്ലാസ് ഇൻഷാ അല്ലാഹ് മാറ്റിയിട്ട് തൊട്ടടുത്ത ഡേറ്റിലേക്ക് വരും. അപ്പൊ 2 ക്ലാസ് അടുത്ത് വരും. അധികം ആളുകൾ നാട്ടിലായിരിക്കും. വെക്കേഷൻ ആണെന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ തീരുമാനിച്ച കാര്യം അറിയിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും മനസ്സിലാക്കാനും നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അറിവില്ലായ്മ വന്നുകൂടുന്ന തെറ്റുകുട്ടികൾ അല്ലാഹു വിട്ടുപെട്ട് മാഫാക്കി തരട്ടെ. മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തിനെ മർഹമത്തിനെ പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും രോഗാവസ്ഥകളിൽ നിന്നും അല്ലാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കെടുതികളിൽ നിന്ന് അല്ലാഹു നമുക്ക് എല്ലാവർക്കും കാവലിനെ പ്രദാനം ചെയ്യട്ടെ.
സുസ്വാദികമാക്കി തീർക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ നമ്മൾ മനസ്സമാധാനം പ്രദാനം ചെയ്യുക. നമ്മുടെ ജോലിയിലും നമ്മുടെ കച്ചവടത്തിലും നമ്മുടെ വീട്ടുകാരിലുമെല്ലാം അള്ളാഹു ഞങ്ങൾക്ക് ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. اللهم إنا نعوذ بك من جهل البلاء وضرب الشقاء وسوء القضاء وشماتة الأعداء. اللهم إنا نعوذ بك من زوال نعمتك وتحول عافيتك وتحول عافيتك وتحول عافيتك وفجاءة نقمتك وجميع سخطك يا رب العالمين. اللهم إنا نعوذ بك من البرص والجنون والجذام ومن سوء الأسقام ومن سوء الأسقام ومن سوء الأسقام. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. اللهم اشف مرضانا ومرضى المسلمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. واخر دعوانا ان الحمد لله رب العالمين.